കഴിഞ്ഞ ദിവസം നമ്മൾ വിശാലിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ മേടിച്ച് അതേ കവറോട് കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് എന്താ മേടിച്ചിട്ടുള്ളതെന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. ഇതിന് 159 രൂപ കേട്ടോ. മുമ്പ് കാണിച്ച പോലെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ പാൻസിന് ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു സെപ്പറേറ്റ് കളറും കൂടി കേട്ടോ ഞാൻ എടുത്തത്. ഇത് 179 കേട്ടോ. സെയിം തന്നെ കളർ എടുക്കും, അതല്ലെങ്കിൽ സെയിം പാറ്റേൺ ഡിഫറെന്റ് കളേഴ്സ് എടുക്കും. ഇതിപ്പോ ഈ കളറുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നിട്ട് കുറെയൊക്കെ പോയതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഇതാണ് അതിന്റെ ടോപ്പ്, ഇതാണ് അതിന്റെ ട്രൗസർ കേട്ടോ. ഈ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റയോൺ പോലെ തുണിയാണ്, ഇടാനും സുഖമാണ്. പിന്നെ ഇതിന്റെ ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വന്നിട്ട് ഇതാണ്, ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ, ഇതിന്റെ ട്രൗസർ ഇതാട്ടോ. ആർക്കെടുക്കാൻ പോയാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടേ വരുള്ളൂ. കാഴ്ചയിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. 159 രൂപ, ലാർജ് സൈസ്, കൊള്ളാം, നല്ലതാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചാണ്, വീട്ടിലിടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ ട്രൗസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 219 ആണ്, ഇതും 219 ആണ് കേട്ടോ. ഇതാണ് സംഗതി. ഞാനിത് ഒരു പരീക്ഷണാർത്ഥം മേടിച്ചിട്ടുള്ളതാണ്. 199 ആണ്, കൊള്ളാട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കി. ലാസ്റ്റ് വൺ ഇല്ല, ഈ ഒരു സംഗതി മാത്രം ഒരു സെറ്റ് 2 സെറ്റ് എടുത്തു ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് പക്ഷെ പൈസ കൂടുതൽ, 10-200 രൂപ വ്യത്യാസം. അപ്പൊ ഞാൻ ഈ ബില്ലൊക്കെ ഫുള്ള് ഇരുന്ന് അടിച്ച് കുത്തി ചെക്ക് ചെയ്ത്, ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. അതായത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ ഞാൻ പൊതുവെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് മേടിക്കണേ. ഇപ്പൊ 5 ഡ്രസ്സ് എടുത്തു, അപ്പൊ അതിന് ഏകദേശം 299 ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ 300 വെച്ച് കൂട്ടി അങ്ങനെ ലാസ്റ്റ് ബില്ലടിക്കുമ്പോൾ എനിക്ക് എറർ വന്നാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ എനിക്ക് ബില്ലടിച്ചപ്പോൾ എറർ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ കൂട്ടിയതിൽ എന്തോ തെറ്റിയിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ വിചാരിച്ചു അവര് കൂട്ടിയത് തെറ്റിയതെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നോട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല, ഇത് കറക്റ്റ് ആണ്, ഇത്ര തന്നെയാണെന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, 10-14 ഐറ്റം ഉണ്ട്. അപ്പൊ ഇത് മൊത്തം അവിടെ വഴി നിന്നിട്ട് എഴുതി കൂട്ടി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, സത്യം പറഞ്ഞാൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ശരിയാണ് അവർ പറഞ്ഞത്. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഏത് ഐറ്റമാണ് ഞാൻ കൂടുതൽ എടുത്തതെന്നുള്ളത്. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എക്സ്ട്രാ കയറി വന്ന ആള്. അപ്പൊ അത്രേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.